ശങ്കരകൃതികളിൽ ദക്ഷിണാമൂർത്തി സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. സ്തോത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ദക്ഷിണാമൂർത്തി സങ്കല്പം അല്പം ചിന്തിക്കാം. രണ്ട് നിലയ്ക്ക് ശ്രദ്ധേയമാണ്. ഒന്ന്, ദക്ഷിണാമൂർത്തി എന്ന ദേവതാ സങ്കല്പം. രണ്ട്, ഗുരുപരമ്പരയിൽ മഹിതമായ സ്ഥാനം. നമ്മൾ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയും മഹിമയുമായി ചൂണ്ടിക്കാണിക്കുക ഇതിൻ്റെ അനാദിയായ ഗുരുപരമ്പരയുടെ മഹിമയാണ്. ഓരോ ആചാര്യനും സ്വാനുഭവത്തിൻ്റെ ദൃഢതയിൽ ഇരുന്നു കൊണ്ടാണ് തത്വപ്രതിപാദനം ചെയ്യുന്നത്. സ്വാനുഭവത്തിൻ്റെ ദൃഢമായ ശബ്ദങ്ങളാണ് അവർ ലോകത്തിന് നൽകിയിട്ടുള്ളത്. എന്നാൽ അതിനെല്ലാം തന്നെ പൂർവാചാര്യന്മാരുടെ സമ്മതി ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കും. അത് കേവലം വേദാന്തശാസ്ത്രത്തിൽ മാത്രമല്ല, വേദാംഗങ്ങളിലെല്ലാം അതുള്ളതാണ്. ആയുർവേദമായാലും ധനുർവേദമായാലും സ്ഥപത്യവേദമായാലും ഗാന്ധർവവേദമായാലും അർത്ഥശാസ്ത്രമായാലും ഇനി ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം തുടങ്ങിയ വേദാംഗങ്ങളായാലും സർവത്ര ഒരു ഉപദേശം ആചാര്യൻ ചെയ്യുമ്പോൾ ഇത് പൂർവാചാര്യന്മാർ ഉപദേശിച്ചതാണെന്ന് എടുത്തു കാണിക്കും. ഗീത തുടങ്ങിയ വേദാന്ത സാരത്തിൽ നമുക്കിത് കാണാം. ആ ഒരു മഹാത്ഭുതം കണ്ട് അത്തരം ഉപദേശങ്ങൾക്ക് മൂലമായ ആചാര്യസ്ഥാനത്തെ നമ്മൾ അന്വേഷിച്ചു പോയാൽ അവിടെയും ഇത് തന്നെയാണ് പറയുക. ഇങ്ങനെ ഞങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന്. ഈ ദേശോശ്രമ പൂർവേഷാം അഥവാ ഈ ദേശോശ്രമ ധീരാണാം എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഉപനിഷത്തിലേക്കും ബ്രാഹ്മണങ്ങളിലേക്കും സംഹിതയിലേക്കും എത്തിയാൽ പോലും അവിടെയും ഇത് തന്നെ കാണും, പൂർവികന്മാരായ ഗുരുനാഥന്മാർ ഉപദേശിച്ചിട്ട്. ഇതൊരു മഹാത്ഭുതമാണ്. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ. അനാദിയായ ഗുരുപരമ്പരയിൽ ഉറച്ചതാണ് ഈ ഉപദേശക്രമം. ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് മുളച്ചതല്ല. ആരെങ്കിലും സ്വന്തം കൽപ്പനയായിട്ട് ഉപദേശിച്ചതല്ല. ആ ഗുരുപരമ്പരയെ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് ഗുരു എന്നറിയാറാവും. യോഗസൂത്രകാരൻ പറയുന്ന സ പൂർവേഷാമപി ഗുരുഹു, ഈശ്വരൻ പൂർവികന്മാർക്കും ഗുരുവാണ്. ഗുരുവന്ദനം ചെയ്യുമ്പോൾ നമ്മൾ ശിവാദി ഗുരുഭ്യോ നമഃ എന്ന് നമസ്കരിക്കാറുണ്ട്. ശിവൻ തുടങ്ങിയ ഇങ്ങോട്ടുള്ള ഗുരുനാഥന്മാർക്കായിക്കൊണ്ട് നമസ്കാരം. ആരാണ് ഈ ശിവൻ? അതാണ് ദക്ഷിണാമൂർത്തി. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്ന് നമ്മൾ ഗുരുപരമ്പരയെ വന്ദിക്കാറുണ്ട്. സാക്ഷാൽ സദാശിവനിൽ ആരംഭിക്കുന്ന ശങ്കരാചാര്യർ മധ്യമനായി വന്നു ചേരുന്ന, അങ്ങനെ തുടർന്ന് നമ്മുടെ ഗുരുനാഥൻ വരെ എത്തി നിൽക്കുന്ന പരമ്പര. ഓരോ തലമുറ കഴിയുന്തോറും വാക്ക് മാറ്റേണ്ട ആവശ്യമില്ല, ശ്ലോകം മാറ്റേണ്ട ആവശ്യമില്ല. ഗുരുനാഥന്മാരിങ്ങനെ പരമ്പരയായി വന്നുകൊണ്ടേയിരിക്കും. അതിന് ആദ്യമോ അവസാനമോ ഇല്ല. ആ സദാശിവനാണ് ദക്ഷിണാമൂർത്തി. ഇപ്പം പ്രഥമ ഗുരുവാണ് ദക്ഷിണാമൂർത്തി, ഗുരുപരമ്പരയ്ക്ക് മൂലം. ഇത് തന്നെ അത്യന്തം മഹത്വപൂർണമായ ഭാവത്തിൽ ദേവതാസങ്കല്പവുമായി ഘടിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാം. അത് രണ്ട് നിലയ്ക്കാണ്. ഒന്ന്, കൽപ്പാദിയിൽ സൃഷ്ടി നടക്കുകയാണ്. സകല കലകളുടെയും ശാസ്ത്രങ്ങളുടെയും സകലത്തിൻ്റെയും ആവിർഭാവമായിട്ട് സാക്ഷാൽ പരമശിവൻ്റെ താണ്ഡവമുണ്ടാകുന്നു. അതിലൂടെ ശബ്ദശാസ്ത്രം വരുന്നു, അതിലൂടെ സംഗീതശാസ്ത്രം വരുന്നു, അതിലൂടെ നൃത്തശാസ്ത്രം വരുന്നു.
സകല ശാസ്ത്രങ്ങളുടെയും പ്രഭവമായിട്ട് ആ നടരാജ നടനം വരികയാണ്. അനന്തരം അവിടുന്ന് ശാന്തനായി ഹിമാലയത്തിൽ തെക്കോട്ട് മുഖമാക്കിയിരുന്നു. അങ്ങനെ ദക്ഷിണത്തിലേക്ക് മുഖവുമായിരിക്കുന്ന ഭഗവാന്റെ അരികിൽ സകല ഋഷിമാരും ദേവതകളും എല്ലാം ശിഷ്യഭാവത്തിൽ പ്രാപിച്ചു. പരമമായ തത്വം ഉപദേശിക്കാൻ അപേക്ഷിച്ചു. ആ സമയത്ത് ആ ഭഗവാൻ സദാശിവൻ മൗനമാകുന്ന ഭാഷയിലൂടെ സകല ഋഷിമാർക്കും ദേവന്മാർക്കും പരമമായ ആത്മബ്രഹ്മൈക്യത്തിൻ്റെ മഹാസന്ദേശം ഉപദേശിച്ചു നൽകുകയാണ്. ആ ആദിമ ഗുരുവാണ് ദക്ഷിണാമൂർത്തി, ദക്ഷിണത്തിലേക്ക് മൂർത്തിയായിരിക്കുന്നവൻ. ഇതാണ് ദേവതാസങ്കല്പത്തെ പറയുമ്പോൾ ഒരു സങ്കല്പം. ഇനിയുമുണ്ട്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓ